എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു അടിപൊളി ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കുൽഫിയാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു കുൽഫി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മോൾഡോ ഗ്ലാസോ ക്രീമോ ഒന്നും തന്നെ ആവശ്യമില്ല. വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റിൽ തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു കുൽഫി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ ഈ ഒരു കുൽഫി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്കിതിലേക്ക് വേണ്ടത് 1 ലിറ്റർ അളവിൽ പാലാണ്. നമ്മൾ ഈ ഒരു കുൽഫി നല്ല ഏത് ഐസ്ക്രീം ഉണ്ടാക്കിയാലും പാലെടുക്കുമ്പോൾ ഫുൾ ഫാറ്റ് പാൽ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ. ലോ ഫാറ്റ് പാലാണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു കുൽഫിക്കൊന്നും അത്ര ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇതുപോലെ 1 ലിറ്റർ അളവിൽ ഫുൾ ഫാറ്റ് പാൽ ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഈ ഒരു പാൽ നമുക്ക് നല്ല പോലെ തന്നെ ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കണം. നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1/3 കപ്പ്, അതായത് ഒരു 6 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. പഞ്ചസാരയും കൂടി ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ നമ്മൾ ഇളക്കി കൊടുക്കണേ. ഇതുപോലെ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വന്നാൽ ഇനി നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് കൊടുത്തിട്ട് തീന്ന് കുറച്ച് വെച്ച് കൊടുത്തിട്ട് തന്നെ വേണമെന്ന് ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഈ ഒരു കുൽഫി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പാത്രത്തിലേക്ക് 1 ലിറ്റർ പാലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ആ 1 ലിറ്റർ പാല് നല്ല പോലെ തന്നെ ഇതുപോലെ ഇളക്കി കൊണ്ടുവന്നിട്ട് നമ്മളൊരു പകുതിയാക്കി ഒന്ന് കുറുക്കിക്കൊണ്ടിരണം. നമ്മളിതിലേക്ക് ക്രീമോ ഒന്നും തന്നെ ചേർത്ത് കൊടുക്കുന്നില്ലല്ലോ. അപ്പോൾ ആ ഒരു പാൽ ഇതുപോലെ പകുതിയാക്കി കുറുക്കി കൊണ്ടുവന്നിട്ട് ചെറിയൊരു ക്രീമി പരുവായിട്ട് ആ ഒരു പാല് നമുക്ക് കിട്ടണം. എങ്കിൽ ആ ഒരു കുൽഫിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ 1 ലിറ്റർ പാല് നമുക്കൊരു 500 ml പാലായിട്ടൊന്ന് കുറുക്കിക്കൊണ്ടിരാം. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. തീ കൂട്ടിയിട്ടിട്ട് പെട്ടെന്ന് നമ്മളിത് വറ്റിച്ചെടുക്കരുത്. അങ്ങനെ ചെയ്താൽ നമുക്കൊരു തിക്കായിട്ട് ഒരു പാല് കിട്ടില്ല. അപ്പോൾ തീ കുറച്ചിട്ടിട്ട് നല്ല പോലെ തന്നെ ഇതുപോലെ ഇളക്കി കൊടുക്കുകയാണ്. ഇതിപ്പോൾ ഏകദേശം ഒന്ന് കുറുകി വരുന്നുണ്ട് കേട്ടോ. ഏകദേശം ഇതിലൊന്ന് കുറുകി വരുമ്പോഴത്തേക്കും നമ്മുടെ കയ്യിൽ സഫ്രോൺ കുങ്കുമപ്പൂ ഉണ്ടെങ്കിൽ മാത്രം കേട്ടോ ഒരു 2-3 ടേബിൾ സ്പൂൺ പാലെടുത്തിട്ട് അതിലേക്ക് കുറച്ച് കുങ്കുമപ്പൂ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു സഫ്രോൺ മിൽക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് തീർത്തും ഓപ്ഷണലാണ് കേട്ടോ. നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. ചേർത്ത് കൊടുത്താൽ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ഇത് ഏകദേശം ഇവിടെ ഒരു പകുതിയോളം കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ടില്ല, ഒരു പാല് നമുക്ക് ചെറിയതായിട്ടൊന്ന് തിക്കായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുകൊണ്ടില്ല അത്യാവശ്യം ഇതുപോലെ തിക്കായിട്ടുള്ള ഈ ഒരു പരുവത്തിന് വേണം നമ്മൾ പാലൊന്ന് കുറുക്കിക്കൊണ്ടിരാൻ വേണ്ടിയിട്ട്. ആ 1 ലിറ്റർ പാല് ഞാൻ പകുതിയാക്കിയാണ് കേട്ടോ കുറുക്കി എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്തേക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇത് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്ത് അതിൻ്റെ ചൂടൊക്കെ നല്ല പോലെ തന്നെ ഒന്ന് ആറി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറുക്കിയെടുത്ത് ഈ ഒരു പാലിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ അളവിൽ ഞാൻ വാനില എസൻസ് ചേർത്ത് കൊടുക്കുകയാണ്. വാനില എസൻസ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിൽ ഒരു 3/4 ടീസ്പൂൺ അളവിൽ ഏലക്കായും പഞ്ചസാരയും കൂടെ പൊടിച്ചതാണിത്. ഇത് ചേർത്ത് കൊടുത്താലും മതി. ഏലക്കാപ്പൊടി മാത്രമായിട്ടാണെങ്കിൽ ഒരു 1/4 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു വാനിലയുടെ ഫ്ലേവറിന് വേണ്ടിയിട്ട് വാനില എസൻസ് 1 ടീസ്പൂണാണ് ചേർത്തൊന്ന് മിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വാനില എസൻസും കൂടി ചേർത്ത് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മെയിനായിട്ട് വേണ്ടത് ഇതുപോലെ മാമ്പഴമാണ്. നമ്മൾ ഈ ഒരു കുൽഫി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാമ്പഴം എടുക്കുമ്പോൾ നല്ല പഴുത്തിട്ടുള്ള മാമ്പഴം തന്നെ നോക്കിയിട്ട് എടുക്കണേ. നല്ല മധുരമുള്ള നല്ല പഴുത്ത മാങ്ങപ്പഴം തന്നെ നോക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഈ ഒരു മാങ്ങ ഇതുപോലെ നന്നായിട്ട് ഞാനൊന്ന് കഴുകി എടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇനി ഇതിൻ്റെ ഒരു മുകൾ ഭാഗം ഈ ഒരു ടോപ്പ് നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇതുപോലെ മാങ്ങയുടെ ഒരു ടോപ്പ് ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഉള്ളിലെ ഒരു സീഡ് എടുക്കാൻ വേണ്ടിയിട്ട് കത്തി കൊണ്ട് നമുക്ക് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കാം. പുറമേ കട്ടായി പോകാത്ത രീതിയിൽ ആ ഒരു സെൻറ്ററിൽ ഇതുപോലെ റൗണ്ട് ആക്കി ഒന്ന് വരഞ്ഞു കൊണ്ടുവരിക. ആ ഒരു സീഡ് ഒന്ന് ലൂസ് ആക്കി കൊടുക്കുക കേട്ടോ. ഇതുപോലെ ആദ്യമായിട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മാങ്ങയുടെ ഉള്ളിൽ ഒരു സീഡ് ഇതുപോലെ എടുക്കുന്ന സമയത്ത് കൈയുടെ ഉള്ളിലൊന്നും വെച്ചിട്ട് നമ്മൾ ആ ഒരു സീഡ് എടുക്കരുത് കേട്ടോ. കാരണം കത്തി കൊണ്ടല്ല നമ്മൾ വരഞ്ഞു കൊടുക്കുന്നത്. ഇതുപോലെ തെന്നിയൊന്നും പോകാത്ത ഇതുപോലെ ഏതെങ്കിലും ഒരു കട്ടിംഗ് ബോർഡിലോ വല്ലതും വെച്ചിട്ട് വേണം നമ്മൾ ഇതുപോലെ ഒരു സീഡ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു കത്തി കൊണ്ട് ഒരു മാങ്ങയുടെ ഒരു സീഡ് ഒന്ന് ലൂസ് ആക്കിയതിന് ശേഷം കൈ വെച്ചിട്ട് തന്നെ നമുക്ക് ഇതുപോലെ തിരിച്ചൊന്ന് കൊടുക്കാം. അപ്പോഴത്തേക്ക് അതിനകത്ത് നിങ്ങൾ അടർന്ന് വന്നോളൂ. എന്നിട്ട് ഇതുപോലെ കിച്ചൺ സിസറോ വല്ലതും വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് മുകളിലിട്ട് എടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്യുന്ന സമയത്ത് കുറച്ചൊന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്തിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് അങ്ങ് ധൃതി വെച്ചിട്ട് ചെയ്യരുത്. ഇതുപോലെ നമ്മളൊരു സീഡ് എടുത്തതിന് ശേഷം ഇതിലുള്ള ഒരു മാങ്ങ നമ്മൾ കത്തി കൊണ്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുക. എന്നിട്ട് ഒരു മാങ്ങയ്ക്കുള്ളിലേക്ക് തന്നെ നമുക്കിത് ഇട്ട് കൊടുക്കാം. ഇനി ഒരു മാങ്ങ കറക്റ്റായിട്ട് ഇതുപോലെ ഒന്ന് ഇരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു റൗണ്ട് ഒരു പാത്രത്തിലേക്ക് നമ്മളൊന്ന് വെച്ച് കൊടുക്കുക.
ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ നന്നായിട്ട് കുറുക്കി അത്യാവശ്യം നല്ല തിക്കാക്കി എടുത്ത് വെച്ചിരിക്കുന്ന ഒരു പാല് ചേർത്ത് കൊടുക്കാം. ഈ ഒരു വലുപ്പത്തിലുള്ള മാങ്ങയാണെങ്കിൽ നമുക്കൊരു 5 എണ്ണം വരെയൊക്കെ ചെയ്തിട്ടെടുക്കാൻ പറ്റും. ഇതുപോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മളൊരു മോൾ ഭാഗം കട്ട് ചെയ്തെടുത്ത ഒരു ടോപ്പ് കൊണ്ട് തന്നെ ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിത് ഫ്രിഡ്ജിലേക്കൊന്ന് എടുത്ത് വെച്ച് കൊടുക്കാം കേട്ടോ. ഇത് നമുക്ക് നല്ലപോലെ തന്നെ സെറ്റായി കിട്ടുന്ന ഒരു സമയം എന്ന് പറയുന്നത് നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ഒരു കൂളിംഗ് ഒക്കെ അനുസരിച്ചിരിക്കും. ഞാനിപ്പോൾ ഇതിൻ്റെ ഈവനിങ് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുത്തിട്ട് പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴത്തേക്ക് നല്ലപോലെ തന്നെ എനിക്കൊന്ന് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടില്ല, ഇതെല്ലാം തന്നെ നമുക്കൊന്ന് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി മാങ്ങയുടെ ഈ ഒരു തൊലി നമുക്കൊന്ന് പീൽ ചെയ്തിട്ടെടുക്കാം. അതിനുശേഷം കഴിക്കാനുള്ള ഒരു എളുപ്പത്തിന് നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. ആ ഒരു മാംഗോ ബാറിൻ്റെ ഒക്കെ ഉള്ളിലിരിക്കുന്ന പോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ടേസ്റ്റും നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. പുറമേ നല്ല പഴുത്തിട്ടുള്ള ഒരു മാങ്ങായും ഉള്ളിലൊരു ഐസ്ക്രീമും കൂടെ വന്നുകൊണ്ട് തന്നെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ നിങ്ങൾ ഒരു തവണയെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. കാരണം ഒരു മാംഗോ ബാറൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണിത്. നമ്മളൊരു സീഡ് എടുക്കുന്ന സമയത്ത് സാവകാശം അധികം ധൃതി കൂട്ടാതെ ചെയ്തിട്ടെടുത്താൽ മാത്രം മതി. ഈ ഒരു രീതിക്ക് വേണമെങ്കിൽ നമുക്ക് കട്ട് ചെയ്തിട്ടെടുക്കാവുന്നതാണ്. അപ്പോൾ കാണാനും നല്ല ഭംഗിയുള്ള, കഴിക്കാനും അതിലും ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഒരു മാംഗോ കുൽഫി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഒരു മാംഗോ കുൽഫിയുടെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുകയും ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിലൊക്കെ കാണുന്ന ബെൽ ഐക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതിയ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാല്ലാ വീണ്ടും നമുക്കിതുപോലെ നല്ലൊരു റെസിപ്പിയായിട്ട് കാണാം.